കുറേ നാളുകളായിട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ, അതിപ്പോൾ തൃണമൂലിൽ ചേർന്നിരിക്കുന്നു, MLA സ്ഥാനം രാജിവെക്കുന്നു, അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് മാപ്പും പറഞ്ഞു. പിന്നെ ഈ ഉന്നയിച്ച ആരോപണങ്ങൾ, നേരത്തെ ഉന്നയിച്ച PCCക്കെതിരെയൊക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിയിലെ തന്നെ ചില നേതാക്കളുടെ അറിവോടെയാണ് എന്നൊരു ഇതും കൂടെ അൻവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ VD സതീശനെതിരെ ആരോപണം ഉന്നയിച്ചത് PCC പറഞ്ഞിട്ടാണെന്നും അൻവർ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ എന്താണ് ഈ നടക്കുന്നത്? അല്ല, അൻവർ നമ്മൾ ഈ വലിയ ആൾത്തിരക്കിൽ പെട്ടുപോകില്ല. എങ്ങോട്ട് പോകണമെന്ന് നമുക്കും വലിയ പിടിയൊന്നുമില്ല. അപ്പോൾ സംഭവിക്കുന്നത് ഈ ആളുകളെല്ലാം കൂടെ എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങോട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോയി പോകും. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു ഒഴുക്കുണ്ട്. അതിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലുമൊക്കെ അങ്ങ് ഒഴുകും, ലക്ഷ്യബോധമില്ലാതെ. ലക്ഷ്യം ഉണ്ടാവണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ലക്ഷ്യം കണ്ടെത്താനോ ഒരു ഡിസിഷൻ എടുക്കാനോ പറ്റുന്നില്ല. ആ അവസ്ഥയാണ് PV അൻവറിൻ്റെ. PV അൻവറിന് കിട്ടിയ മാധ്യമ ശ്രദ്ധ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പിണറായി വിജയൻ എന്ന വ്യക്തിയോടും അദ്ദേഹത്തിൻ്റെ ഭരണത്തോടും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു കയ്പുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ തോറ്റുമുടിഞ്ഞു പോകാനൊന്നും അവർ സമ്മതിക്കില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒരല്പം പ്രോ കോൺഗ്രസ് ആയിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് CPM വിരുദ്ധ വ്യക്തികൾക്കും വാർത്തകൾക്കും അവരൊരല്പം പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ PV അൻവർ കലാപക്കൊടി ഉയർത്തുന്നതും അത് വലിയൊരു ചർച്ച. PV അൻവർ ലൈവ് 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെയാണ്. പരസ്യം പോലും കാണിക്കാതെ ചാനലുകൾ PV അൻവറിനെ അങ്ങോട്ടങ്ങ് അടിച്ചങ്ങ് പൊക്കി. PV അൻവറിന് തോന്നി ഞാൻ വലിയൊരു സംഭവമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സംഭവമൊക്കെയാണ്. ആർക്കും ഒരു ന്യൂസൻസ് വാല്യൂ ഉണ്ട് ഇതിൽ രാഷ്ട്രീയത്തിൽ. ഇടയ്ക്കിടയ്ക്ക് വാർത്തയുണ്ടാക്കാൻ ഒരു സാമർഥ്യം PV അൻവറിനുണ്ട്. ആ സാമർഥ്യം തന്നെ ഡിപ്പെൻഡിങ് ഓൺ മീഡിയ ആണ്. മീഡിയ ഇപ്പോൾ ഇങ്ങേരുടെ പത്രസമ്മേളനം 1.5 മണിക്കൂർ കവർ ചെയ്തില്ല എന്ന് വെച്ചോ, ഈ എത്രയോ പേര് പത്രസമ്മേളനം നടത്തുന്നു. അതിനൊരു 1000 1500 രൂപ അവിടെ കൊണ്ടുപോയി പ്രസ് ക്ലബ്ബിൽ അടച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് വെച്ച് എല്ലാവരും ഇപ്പോൾ പലവിധ ആളുകൾ സംഘടനകളൊക്കെ പത്രസമ്മേളനം നടത്തുന്നതാണ്. അതിൽ കൊടുക്കേണ്ടത് അവർ കൊടുക്കാത്തത് കൊടുക്കില്ല. ഇപ്പം ഇദ്ദേഹത്തിന് അൺനെസസറി ഒരു ലിഫ്റ്റ് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കെറിവ് അവർക്ക് പിണറായി വിജയനോടുള്ളതുകൊണ്ടാണ്. അത് CPMനോടോ ഇടതുപക്ഷത്തോടോ ഉള്ള ദേഷ്യമല്ല. പിണറായി വിജയൻ എന്ന വ്യക്തി അവരെ പലതവണ അപമാനിച്ചു. അവർക്ക് തിരിച്ചൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അവരുടെ സംഘടനാ സംവിധാനം ഉണ്ടല്ലോ, അത് വീണ്ടും ഈ പിണറായി വിജയൻ്റെ സ്റ്റൂജസാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്, KUWJ അതുപോലുള്ള സംഘടനകളെയൊക്കെ. അപ്പോൾ കാര്യമായിട്ട് അവർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിണറായി വിജയൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരാൾ ബോൾഡായിട്ട് PV അൻവറാണ്, എന്തും വിളിച്ച് പറയുന്ന ആളാണ്. അത് പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ താൻ മഹാനാണെന്ന് ഇദ്ദേഹം വിചാരിച്ചു. ഇപ്പോഴും അങ്ങനെ വിചാരിക്കുന്നു. അദ്ദേഹം മഹാനായിക്കോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ആവുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല.